ചോദിക്കാനുള്ളവര് ഓരോരുത്തരായിട്ട് ഓരോ സമയത്ത് ചോദിക്കാം. Did you guys give the joint petition or joint agreement signed by KCCNA and VG? That document, do you know if they submitted that also to the Oriental Congregation as a supporting document? No, they did not. So you're talking about the document that was signed in Kakinad or KCCNA President and VG signed a document stating that it is decided to continue the status quo. That paper, no. Do you know for sure that they did? Huh? No, they did not sign that. Matter of fact, we were trying to, have both, the hierarchies, essentially put out a clarification that this is not an agreement, that this is more of, a summary of the events that took place. But that was not submitted as part of the evidence. The evidence that was submitted was this big binder that was already put together. I think, when Father Munavanal came from the US, from all the various, parishes, Catholic parishes, and then the 6-page document. No other document was submitted, and these documents were submitted in our presence to the private secretary, to the cardinal. Okay. My last question. To answer your question, no, it was not submitted. That is not an official document. Okay. My last question. Secretary കാക്കനാട്ടിലെ മീറ്റിംഗ് 23-ാം തീയതി മുതൽ പറയുന്നതാണ്. My last question. I am not ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അത് സബ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് എന്താ ചെയ്തിരിക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഇനി അതിനെക്കുറിച്ചൊന്നും ക്വസ്റ്റ്യൻ ഒന്നും വേണ്ട. അവസരം തീർന്നു. My last question ജയ്മോനോടാണ്. ജയ്മോൻ പറഞ്ഞത് വളരെ സന്തോഷം കേൾക്കുന്നതിനകത്ത് അവരുടെ രീതികൾ, അതായത് വരുന്നു, ഗ്രീറ്റ് ചെയ്യുന്നു, നമ്മളെ ഡിസിഷൻ അറിയിക്കുന്നു, പോകുന്നു. അപ്പോൾ അത്രയ്ക്കുള്ള ഒരു രീതിയെ ഡെലിഗേറ്റ്സും ഈ ബിഷപ്സുമായിട്ട് നടന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാണോ? തീർച്ചയായിട്ടും രാജേട്ടായി, അതെ, ഞങ്ങൾക്ക് കാർഡിനാലിന്റെ അടുത്ത് നമുക്ക് എപ്പോഴും മിനിമം സമയം മാത്രമേ നമുക്ക് തരത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് മുൻപായിട്ട് തന്നെ അതിന്റെ പ്രൊസീജിയറുകൾ മുഴുവനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. നമ്മൾ എപ്പോഴും ഒരു ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ലെവലിലാണ് നമ്മളുടെ ഡിസ്കഷൻസ് മുഴുവൻ നടക്കുന്നത്. ആ ഡിസ്കഷൻസിന്റെ എല്ലാ ഫോർമാലിറ്റീസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇൻബിറ്റ്വീൻ അതിനിടയിൽ ബ്രേക്ക് ഉണ്ടായിരുന്നു. നമ്മളുടെ മീറ്റിങ്ങിന് മുൻപ് തന്നെ ആരാണ് വരുന്നത്, ഒരാഴ്ചയിലധികം ബിഷപ്പുമാർ അവിടെ വന്ന് കടന്ന് അപ്പോയിന്റ്മെന്റിനും വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും അത് ഇന്നതാണ് കാരണമെന്ന് പറയുകയും ചെയ്ത് നിരന്തരമായി പരിശ്രമിച്ചിട്ടാണ് കാരണം ബോധ്യപ്പെട്ടു. സെക്രട്ടറി ലെവലിലെ കാരണം ആദ്യമേ ബോധ്യപ്പെട്ടു. അതിന്റെ സിവിയർനെസ് CBCI മീറ്റിംഗ് വരെ ബഹിഷ്കരിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല, അതുവരെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് 2 ബിഷപ്പുമാര് അവിടെ എത്തിയിരിക്കുന്നതും. അതുപോലെ തന്നെ കൺസേൺഡ് ഡയസസിന്റെ ബിഷപ്പും അവിടെ എത്തിച്ചേരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ കമ്മ്യൂണിറ്റി റെപ്രസെന്റേറ്റീവിന് വേണ്ടിയിട്ട് അവരൊരിക്കലും ലേ റെപ്രസെന്റേറ്റീവ് എന്ന് ഉപയോഗിച്ചിട്ടില്ല, കമ്മ്യൂണിറ്റി എന്നാണ് അവരെടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി. അതിന്റെ പ്രൊസീജിയറും അതിന്റെ പ്രിപ്പറേഷനും പ്രൊസീജിയറും നടന്നതിനകത്ത് ഇവിടുന്ന് പോയ ഡെലിഗേറ്റ്സ് ആയ നിങ്ങൾക്ക് 3 പേർക്കും പങ്കില്ല. അത് ബിഷപ്സ് ആണ് കൂടുതലും ചെയ്തത്. ഇതല്ലേ ശരി? വംശശുദ്ധിയിൽ വചന വഴികളിൽ വലിയൊരു ജനതയായി നാം, തനിമയിൽ ഒരു ഗണമായി നാം ജ്ഞാനായക്കാർ നമ്മൾ.